സൈറ്റ് അടിച്ചേ. നിന്നെക്കാട്ടിലും 2 വർഷം സീനിയറാ ഞാൻ. 3rd ഇയർ അറിയാമോ? ആ കുറച്ച് മര്യാദയൊക്കെ നല്ലതാ. 3rd ഇയർ ആണെന്നോ? നീ കോളേജിലാണ് 3rd ഇയർ, ഞാൻ 8ൽ 3rd ഇയർ, 10ൽ 3rd ഇയർ, +2വിൽ 3rd ഇയർ, അതിനുശേഷമാണ് ഇവിടെ 1st ഇയർ. ഇവിടെ ഉള്ളവരെയൊക്കെ വരട്ടാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ല കൊച്ചേ. ഇനി നീ ഒന്ന് പറഞ്ഞേ, യു സീനിയറാ ഐ സീനിയറാ? സോറി ചേട്ടാ. ചേട്ടാന്നോ? അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റില് ആദ്യ രാത്രിക്ക് പെണ്ണ് വന്നിട്ട് ഇങ്ങനെ നാണിച്ചിട്ട് വാ ചേട്ടാ പാല് കുടിക്ക് ചേട്ടാ എന്നൊക്കെ ആ ചേട്ടനല്ലേ? തുപ്പേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തുപ്പരുത്. നിശ്ചയിക്കുന്നതൊക്കെ എന്റെ കാരണവന്മാരോട് ചോദിച്ചിട്ട് വേണം. എനിക്കിപ്പോ ഉടനെ പറ്റില്ല, എനിക്ക് പഠിപ്പാണ് പ്രധാനം. നീ പഠിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നല്ല ഒന്നാന്തരം ശകുനം. ഇതേ മൂഡിൽ ക്ലാസ്സിലേക്ക് പോയേക്കാം. ഓ ഇവിടെയാണല്ലേ ക്ലാസ്? ഹലോ, ഇവിടെ ഇരിക്കാം. ഇവിടെ എന്താ കടുവാകളി വല്ലതും നടക്കുന്നു മുമ്പിലിരുന്ന് കാണാൻ? അങ്ങോട്ട് നോക്ക്, ബുദ്ധിമാൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതെങ്ങനെ മനസ്സിലായി? അത് കണ്ണാടി വെച്ചത് കാണുമ്പോ അറിയില്ലേ? കണ്ണാടി മാഷേ, ഇവിടെ ഇരുന്നോളൂ. ഇവനൊക്കെ ഏതാ? കണ്ടിട്ട് പഠിക്കുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലോ. ബസ്സിനകത്ത് ഇഞ്ചി മുട്ടായി എന്ന് പറഞ്ഞ് വിളിച്ചു കിടക്കുന്നവന്മാരെ പോലെ. ഹായ്. നമ്പൂതിരിയാ? അല്ല, അരവിന്ദൻ. ഞാൻ നെറ്റിലെ കുറി കണ്ടി ചോദിച്ചാ. ജാതി എന്തിനാ ചോദിക്കുന്നത്? അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ. സുഹൃത്തെ, മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ അനിയ? അത് ശരി. അപ്പൊ നിങ്ങൾ പറയില്ലേ? പറയാൻ പാടില്ല. അതെന്താ? അറിയില്ല സുഹൃത്തെ. അറിയില്ലെന്ന്? അറിയില്ലെന്ന് പറയാൻ വേണ്ടി ഒരുപാട് വാ തുറക്കണ്ട കേട്ടാ. എന്റെ പൊന്നെ, ഡയലോഗ് അടിക്കാൻ മാത്രം ഒരു കുറവില്ല. ഊളൻ. പിന്നെന്തിനാ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്? കണ്ണാടി വെച്ചവന്മാരെല്ലാം എന്താ ബുദ്ധിമാന്മാരാണോ? അതായത് ഈ കണ്ണാടി വെച്ച ഒരു പ്രൊഫസർ ക്ലാസ്സിലേക്ക് വന്നാൽ അയാളെ ബുദ്ധിമാനാണെന്ന് വല്ല നിയമമുണ്ടോ? പിന്നെ അത് മാത്രം. എടാ ചക്ക, ദിവസവും രാവിലെ 2 കഷ്ണം വെളുത്തുള്ളി കഴിക്കണം. അല്ല, ക്ലാസ്സിന് നല്ലത്. നീ എന്തിനാടാ മൂക്ക് പോത്തുന്നേ? നാണം കെട്ട നാറി, എന്നിട്ട് പോടാ അവിടുന്ന്. അയ്യോ സുഹൃത്തെ, നമ്മളെ കൊന്ന ഇവൻ അടങ്ങും തോന്നുന്നു. ഗുഡ് മോർണിംഗ് സാറേ. ഇരിക്കേ. നിങ്ങൾ 3 പേരെ എഴുന്നേക്ക്. ഇതുകൊണ്ടാ മുന്നിലിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. പാഠം തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടോ നിങ്ങള്? ബാക്കിലുള്ള 3 പേരെ എഴുന്നേക്ക്. ചങ്ങാതി, നമ്മളെ എന്തിനെങ്ങനെ വിളിക്കുന്നത്? പേരും എല്ലാം ചോദിക്കാനായിരിക്കും. അത്രയുള്ള കാര്യം. സാർ, മൈ നെയിം ഈസ് സോമന്റെയും മീനയുടെ മകൻ അരവിന്ദാക്ഷൻ. അങ്ങനെയാണോ? യെസ്. നിങ്ങൾ 3 പേര് മുമ്പിലേക്ക് വാ, നിങ്ങൾ 3 പേര് പുറകിലേക്ക് പോ. എടാവേ, നമ്മളോട് മുമ്പോട്ട് വരാൻ പറയാം. ഇവൻ എന്തോ കടിച്ചു തിന്നാൻ വരുന്നേ? എന്താ പറഞ്ഞ? കടുവ കളി കാണാൻ പോകുന്നല്ലേ? പോയി കാണും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, ചെല്ല്. അല്ല സാർ, ഇതുപോലെ തന്നെ നാളെ ഞങ്ങളെ അവിടേക്ക് മാറ്റി ഇരുത്തുമല്ലോ അല്ലേ? 3 വർഷം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇതേ ബെഞ്ചാണ്. 3 വർഷമോ? സ്റ്റുഡൻസ്, ഞാൻ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഇപ്പോൾ ബോർഡിൽ എഴുതാൻ പോവാണ്. നോട്ട് ചെയ്തോളൂ. ഡെഫിനേഷൻ ഞാൻ പിന്നെ പറയാം. എഴുതാൻ തുടങ്ങി ഇനി 3 വർഷം അയാൾ എഴുതിക്കൊണ്ട് തന്നെ സർ. എന്താടി ഇത്ര വൈകി? ബസ് ലേറ്റ് ആയിടി. ഐഡിയ വർക്കൗട്ടായി. കുറച്ച് പതുക്കെ പറ, ഇയാള് മനസ്സിൽ പറയുന്നത് പുറത്ത് കേൾക്കുന്നുണ്ട്. മാഷേ, നിങ്ങൾ വല്ലതും കേട്ടായിരുന്നാ?
ചെവി കേൾക്കില്ലെന്ന് തോന്നുന്നു. പൊട്ടനാ പൊട്ടനാ. ഇത് കേട്ടു. റെസ്പെക്ട് പ്രധാനം. അങ്ങോട്ട് നോക്കിയാട്ടെ. അങ്ങോട്ട് നീങ്ങ. എന്തുവാടാ? കാള വരുന്നടാ, അമ്പലക്കാള വരുന്നടാ. നിക്കടാ. ഓടിക്കൂടാ. അവന്റെ പുറകെ പോയി, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. വഴി അവസാനിച്ചു പോയില്ലടാ. അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് വന്നതുകൊണ്ട് ഒരു കസവും കൊണ്ട് കിട്ടി. എന്നാ വെച്ചോ. എങ്ങനെയാണ് ഇതൊക്കെ? എടാ കലക്കിടാ. ഇതൊക്കെ എന്ത് ചോദ്യടാ? എത്ര കളി കണ്ടവനാടാ ഞാൻ. അതിലൊന്നാ ഇത്. ജോസഫേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലടാ. ആ നിന്റെ അടുത്ത് ഞാൻ പറയാറില്ലേ എന്റെ കൂടെ പഠിക്കുന്ന ദേവ്യാനെ കുറിച്ച്? അവളിന്ന് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. നീ കുടിച്ചത് ചായയാടാ. ചായയാണ് കളിയാ. ഓസി കുടിച്ചെങ്ങനെ തിരിച്ചറിയുന്നേ? കാശ് കൊടുത്ത ദൈവനല്ലേ? നീ എന്നെ കളിയാക്കുവാ ആണെങ്കി അവര് പോവാൻ പോവാ. വാ പോയി ചേച്ചി ഇവിടെ വെച്ചൊന്നും പറയണ്ട ചേച്ചി, പ്രശ്നമായാലോ? അതൊന്നും പ്രശ്നമില്ലടി. ഇപ്പൊ ചോദിച്ചില്ലെങ്കിലാ പ്രശ്നമാവാൻ പോകുന്നേ. വാ വാ. വേണ്ട ചേച്ചി. വാ. വാടി. അയ്യോ വേണ്ട ചേച്ചി. ഒരു മിനിറ്റ്. അല്ല ഇതാര്? എന്തു പറ്റി? അത് ഫോട്ടോ. ഏത് ഫോട്ടോ? എന്റെ ഫോട്ടോ. അത് ഞാനന്ന് തന്നില്ലേ? തന്നു, പക്ഷെ കവറിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. എന്താണ് ഇതൊക്കെ? ഇല്ലെന്നേ, വീട്ടിൽ ചെന്ന് നോക്കി, ഫോട്ടോ ഉണ്ടായില്ല. എന്താ എന്നെ സംശയ? അങ്ങനെയൊന്നുമില്ല. അല്ലല്ല, നിങ്ങൾ എന്നെ സംശയിച്ചു. എന്നെ ആര് സംശയിച്ചാലും എനിക്ക് ഇഷ്ടമല്ല. ഇതുപോലെ 100 രൂപ വീട്ടിൽ കാണാതെ പോയിട്ട് എന്റെ അച്ഛൻ എന്നെ സംശയിച്ചു. അതിലെന്താ തെറ്റ്? അന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുളിച്ചില്ല. അറിയോ? ഒരു വക കഴിച്ചതുമില്ല. ആ കാശ് വെച്ച ഹോട്ടലിൽ പോയി നല്ല കേട്ട് വെച്ചിട്ടുണ്ടാവും. ഡാ, ഞാൻ നല്ല കലിപ്പിലായിക്കോട്ടെ. ഇയാൾ എന്നെ എന്തായാലും സംശയിച്ചില്ലേ? ഒരു മിനിറ്റ്. എന്നാ ഇനി തന്നില്ലെന്ന് വേണ്ട. ധൃതി വെക്കാതെ, ഇത് എന്റെ ഫോട്ടോയാ. നിങ്ങളുടെ ഫോട്ടോ എന്ന് ഞാൻ തിരിച്ചു തരുന്നു. അതുവരെ ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേര്. കുഴപ്പമില്ലല്ലോ. ഹലോ. എന്നാ ഞാനെന്ന് പറയട്ടെ, നിങ്ങളെപ്പോലെ നടുറോടി വെച്ച് ഞാൻ ചോദിക്കില്ല. എന്തായാലും വെച്ചോളൂ. വാടാ. ഈ ഫോട്ടോ എനിക്ക് ഫോട്ടോ സൂക്ഷിക്കണേ.
ഇവിടെ എന്താണ് പരിപാടി? കോളേജിലേക്ക് പോവാ. കോളേജിലേക്കോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? അപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലേ പക്ഷേ? നാളെ ഞായറാഴ്ച, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച, പിന്നെ ചൊവ്വാഴ്ച, പിന്നെ ബുധനാഴ്ച. എന്താ നോക്കുന്നേ? കോളേജ് ഇന്ന് ഇല്ല എന്നുള്ളത് അറിയില്ലല്ലേ നിനക്ക്? എടാ, ഇന്ന് ശനിയാഴ്ചയാണ്, വിശേഷ പൂജയുണ്ട് അമ്പലത്തില്. നല്ല ബുദ്ധി എനിക്ക് താ. ഞാൻ ഇതിനെ വെറുതെ ഒരു കോന്തനെ പോലെ കറങ്ങുന്നേ എന്ന് പ്രാർത്ഥിച്ച് പ്രസാദം കഴിച്ചിട്ട് വരാം. വാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. നീ പൊക്കോ. എടാ, ദൈവത്തിനേക്കാളും അത്യാവശ്യമായിട്ട് നിനക്ക് എന്താ ഉള്ളത്? ഈശ്വരന്മാരിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഡാ, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അങ്ങനെ പറയരുതടാ. നോക്ക്, ഇത് ശക്തിയുള്ള ദേവിയാണ്. മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അതിനെ ഉടനെ കൺമുന്നിൽ കാണിച്ചു തരുമെന്ന്. ഞാൻ ജനിച്ചിട്ട് 5 വർഷം വരെ സംസാരിച്ചിട്ടില്ല, അറിയാമോ? ഈ അമ്പലത്തിൽ നാരങ്ങാവിളക്ക് കത്തിച്ചതിന് ശേഷമാണ് എന്റെ സ്പീച്ച് ഇങ്ങനെ മണി പോലെ ഇരിക്കുന്നത്. എന്തിന്? എത്രയോ പേരാണ് അമ്പലത്തിൽ നോമ്പ് നോക്കിട്ട് പോകുന്നത്. ഇങ്ങോട്ട് നോക്കടാ. ഇതൊക്കെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. എന്താ പറഞ്ഞ? എണ്ണ ഒഴിച്ച് തിരികെ എണ്ണ ഒഴിച്ച് നിന്റെ എന്തോ പറഞ്ഞില്ലേ? മരങ്ങോടൻ എവിടെ കിടന്നു? എടാ, ഈശ്വരനെ നിന്ദിച്ച് സംസാരിക്കണം. ഈശ്വരനെ ഞാൻ മരങ്ങോടാന്ന് വിളിച്ചില്ല, നിന്നെയാ. അവിടെ എന്തോന്ന് ഇങ്ങനെ കിടന്ന് ആടുന്നേ? വായി നോക്കി നിൽക്കാൻ വേണ്ടി. ദൈവത്തെ സംശയിക്കാതെ നിന്റെ കണ്ണുകുത്തി പൊട്ടിക്കും. അയ്യോ, സോറി അളിയാ, സോറി. കണ്ണുകുത്തി പൊട്ടിച്ചിട്ട് പോടാ. ഇത്ര നാൾ ഒരുപോലെ കഴിഞ്ഞിട്ട് നിങ്ങളെ വിട്ട് പിരിയുന്ന കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമം. സ്വന്തം അച്ഛനെ അമ്മയെ വരെ വേണമെങ്കിൽ പിരിഞ്ഞിരിക്കാം. പക്ഷേ നിങ്ങളെയൊക്കെ വിട്ട് പിരിയുന്ന കാര്യം ഓർക്കുമ്പോൾ എന്താ പറയേണ്ടത്? എങ്ങനെ പറയേണ്ടത്? നെഞ്ച് പൊട്ടുന്ന പോലെയുണ്ട്. സജി, കൂട്ടുകാരനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് അഭിമാനം തോന്നണ എനിക്ക്. എടാ ചങ്ങാതി, പൊട്ടങ്ങണാരാ മരമണ്ട. സഹിക്കാൻ പറ്റുന്നില്ല അളിയ. അതുകൊണ്ടാ കഴുത കരയുന്ന പോലെ ഞാനങ്ങ് കരഞ്ഞത്. അത് പോട്ടെ, ഇന്ന് രാത്രി എവിടെ കിടക്കാൻ പോകും? നടു റോഡിൽ തന്നെ. എന്തിനാടാ നടു റോഡില്? നമ്മുടെ ചങ്ങാതി ഇവിടെ ഉള്ളപ്പോ അവന്റെ വീട്ടിൽ താമസിക്കുന്നു, പഠിക്കുന്നു, ഒരുമിച്ച് കോളേജിൽ പോന്നു. ആരാളിയാ പുതിയ ആളെന്നെ? സിൽക്കിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന യുവമാരെ എന്റെ വീട്ടിൽ കയറ്റി കിടത്തിയ എന്റെ അനിയത്തിയുടെ അവസ്ഥ